ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലബാർ സമര മേഖലയിലെ പണ്ഡിത സാന്നിധ്യം ഏതൊരു സമരത്തിനും ഏതൊരു പോരാട്ടത്തിനും അതിൻ്റേതായ ഒരു ഫ്രെയിംവർക്ക് രൂപപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിനും പല വിഷയങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട് ഇതിനു വേണ്ടി തന്നെ. സമാധാനം, ശാന്തി, കാരുണ്യം, സഹവർത്തിത്വം ഇങ്ങനെയുള്ള ആശയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സ്വസ്ഥത ഉണ്ടാവുക. നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, മുൻകാല പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ദേശം നിലനിൽക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ചർച്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. ദേശമെന്ന് പറയുന്നത് ആധുനിക ഭാഷയിലല്ല. മുൽക്ക്, മംലക്കത്ത്, സൽത്തനത്ത്, ദൗലത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ട പൗരാണിക ക്ലാസിക്കൽ ഇസ്ലാമിക് പൊളിറ്റിക്കൽ തോട്ടിൻ്റെ രചനകളിൽ പരാമർശിച്ച പദപ്രയോഗങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടങ്ങളെയെല്ലാം ഇബാദത്ത് പരിപൂർണമായി സ്വാതന്ത്ര്യത്തോടുകൂടി നടപ്പിലാക്കുവാൻ പറ്റുന്ന ഒരു പ്രദേശം രൂപപ്പെടേണ്ടതുണ്ട് എന്നതിനെ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇബാദത്ത് നടപ്പിലാക്കാൻ പറ്റാത്ത, സ്വാതന്ത്ര്യത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ പറ്റാത്ത പ്രദേശത്ത് ഒരു അസന്നിധാവസ്ഥ രൂപപ്പെടുകയും അവിടെ ഒരു പോരാട്ടത്തിൻ്റെ ഭാവം ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ ഫിഖ്ഹുകളെ കുറിച്ച് പറഞ്ഞതറിയാം. സ്വാഭാവികമായും ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ് എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കണിശത പുലർത്തുന്നതാണെങ്കിൽ പോലും ഹംബലി മദ്ഹബിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇമാം അഹ്മദ് ഹംബലിനെ പൊതുവേ ഇസ്ലാമിക ലോകം പുറത്തുള്ളവരും ക്വൈറ്റിസ്റ്റായി പരമാവധി അപ്പൊളിറ്റിക്കലായി നിന്ന ആൾ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അബ്ബാസി ഖിലാഫത്തിനെ അടിമുതൽ മുടി വരെ അവരെ പിടിച്ചു നിർത്തിയ മുഅ്തസിലി തിയോളജിക്കൽ പോയിന്റിനെ ശക്തമായി എതിർത്ത, അവസാന മുത്തവക്കിലിൻ്റെ കാലത്തിന് അത് ഇല്ലാതാക്കിയ, അതായത് അധികാര മേഖലയിൽ നിന്ന്, ഖാദി ഖുലാത്തിൻ്റെ ന്യായാധിപ മേഖലയിൽ നിന്ന്, അഡ്മിനിസ്ട്രേഷൻ്റെ മേഖലയിൽ നിന്ന്, തിയോളജിക്കൽ ഡിസ്കഷൻ്റെയും മേഖലയിൽ നിന്ന് പോലും അതിനെ താത്വികമായി ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ടും അഖൽ ഉപയോഗിച്ചുകൊണ്ടും ഇല്ലാതാക്കിയ ഒരു പോരാട്ടം നടത്തിയ ആളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളതും കൂടി ഈ ഒരു അദ്ദേഹത്തിൻ്റെ സംഭാവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും വലിയ പൊളിറ്റിക്സ് വേറെ ആരാണ് ചെയ്തിട്ടുണ്ടാവുക? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ക്വൈറ്റിസ്റ്റ് ചിന്താധാരയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന നിലയിൽ ഇമാം അഹ്മദ് ഹംബലിനെ പരാമർശിക്കുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും ഈ പറഞ്ഞ ഇമാം അഹ്മദ് ഹംബലിൻ്റെ മദ്ഹബാവട്ടെ, ഹംബലി മദ്ഹബ്, അതുപോലെ തന്നെ ഷാഫി മദ്ഹബ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭൂമി, ഒരു പ്രദേശം, ഒരു സാഹചര്യം, ഇതൊക്കെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അവിടെ ഒരു പോരാട്ടത്തിൻ്റെ, ഒരു വിമത സ്വരത്തിൻ്റെ സാന്നിധ്യം രൂപപ്പെടും എന്നുള്ളതാണ് നമുക്ക് ടെക്സ്റ്റുകൾ കൂടി കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, മുസ്ലിം സമൂഹത്തിനും ആ ദേശവാസികൾക്കും മൻഫാത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടാവുക, അതായത് പ്രയോജനപ്പെടുന്ന, ഉപദ്രവമല്ലാത്ത സാഹചര്യം നിലവിൽ ഉണ്ടാവുക. അതില്ലാതാവുമ്പോഴാണ് വിമതസ്വരം ഒരു ഇസ്ലാമിക തിയോളജിക്കൽ പ്രകാരം, നമ്മുടെ ഒരു കാഴ്ചപ്പാട് പ്രകാരം രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ അൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ, നമുക്ക് അറിയാം, ഖുർആൻ തന്നെ പരാമർശിക്കുന്ന ഫിത്നത്ത്, അത് കൊലപാതകത്തെക്കാളും വളരെ മാരകപരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫിത്നത്തിനെ ചെറുക്കുക എന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ എല്ലാ കാലത്തും എല്ലാ പ്രദേശത്തുമുള്ള പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു. അതുപോലെ നീതി നടപ്പിലാക്കുക, നീതി അനുഭവിക്കുക, നീതി കാണുക. ഇത് ഞാനിത് പറഞ്ഞത് നീതി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ അധികാരം വേണം.
പക്ഷേ നമ്മുടെ മലബാർ സമരവും അതിനു മുമ്പുള്ള മഖ്ദൂമുകളും ഇങ്ങോട്ടുള്ള ചരിത്രത്തൊക്കെ നോക്കുമ്പോൾ നീതി കാണുന്നതും നീതി അനുഭവിക്കുന്നതും കൂടി ചേർത്ത് വെച്ചവരാണ്. അതിനുവേണ്ടിയും കൂടി പോരാട്ടം നടത്തിയവരാണ്. അതായത് നിലവിലുള്ള ഏത് ഭരണാധികാരികളാവട്ടെ ആരോ ആവട്ടെ അവരുടെ സഹായത്തോടു കൂടി നിലനിൽക്കുന്ന ഭൂമിയിൽ ശാന്തിയും സമാധാനവും നീതിയും സുസ്ഥിരതയും നടപ്പിലാക്കുവാൻ കഴിയുക, അതിനും വേണ്ടി പോരാട്ടം നടത്തിയ ചരിത്രം മുസ്ലിങ്ങൾക്കുണ്ട് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് ഖൈർ എന്നാണ്. ഖൈറു ഉമ്മത്ത് എന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ വിശേഷണം, ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചത്. അതല്ലാത്തത് ഷെറ്, ഖൈറിൻ്റെ വിരുദ്ധമായിട്ടാണ് ഖുർആൻ പരാമർശിക്കുന്നത്. ഇത് രണ്ടും പൊളിറ്റിക്കൽ ടേമും കൂടിയാണ്. കാരണം ഷെറിനെ എതിർക്കുക, വിരോധിക്കുക, തടയുക എന്നൊരു മുസ്ലിമിൻ്റെ ബാധ്യതയായി ചിത്രീകരിച്ചിട്ടുണ്ട് ഖുർആൻ. അതുപോലെ വസത്തിയ, ഉമ്മത്തും വസത്ത് എന്ന് പറയുന്ന സ്വഭാവം എല്ലാ സമൂഹങ്ങൾക്കിടയിലും എല്ലാ തരം വിവിധ വിഭാഗങ്ങൾക്കിടയിലും മധ്യമ നിലപാട് സ്വീകരിക്കേണ്ടവർ എന്നുള്ളൊരാശയവും കൂടി ഉമ്മത്തും വസത്ത എന്ന് പറയുന്ന പദത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരുപോലെ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നവർ എന്നൊരാശയവും ആ പദത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ളുൽമ് എന്നുള്ള പദപ്രയോഗം. ഒരുപക്ഷെ ഖുർആൻ തന്നെ അക്രമത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശിച്ച ഫിസ്ക് പോലുള്ള അധർമ്മം പോലുള്ള മറ്റൊരു പദപ്രയോഗമാണ് അക്രമം എന്നുള്ളത്. വലശേല ഗൈരി മൗദഹി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് അതിൻ്റേതല്ലാത്ത സ്ഥലത്ത് വെക്കുക, അക്രമം തെറ്റിക്കുക എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൻ്റെ ക്രമം തെറ്റിക്കുന്നത് എന്തോ അതെല്ലാം അനിസ്ലാമികമായി മനസ്സിലാക്കണമെന്നാണ് ളുൽമ് എന്ന പദത്തിൽ നിന്ന് ഇസ്ലാം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെയാണ് ഗൈർ ഹക്കായ ഒരു അവകാശവുമില്ലാതെ പിടിച്ചെടുക്കൽ, അത് ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്നു. ഖുർആനിൽ തന്നെ ധനവുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾക്കുള്ള വെൽത്തുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുന്നതൊക്കെ ഗൈർ ഹക്ക് എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ പദപ്രയോഗങ്ങളുടെ എല്ലാം ആശയം അൽ അംറു ബിൽ മാറൂഫ് വൻ നഹി അനിൽ മുൻകർ എന്നുള്ള ഇസ്ലാമിൻ്റെ ടേമിലേക്ക് ഒന്നിച്ച് ചേരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഈ ആശയങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന അൽ അംറു ബിൽ മാറൂഫും വൻ നഹി അനിൽ മുൻകറും നടപ്പിലാക്കിയ ചരിത്രമാണ് കേരളീയ മുസ്ലിം പണ്ഡിത നേതാക്കന്മാർ ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് നമ്മൾ ഓരോന്നെടുത്ത് നോക്കുക, ദേശത്തിന് വേണ്ടി പോരാടുക. അതിലൂടെ ഒന്നുകൂടെ ചേർത്ത് വെക്കേണ്ടത് താവനു അലൽ ബിർരി വ തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അതായത് നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി ഒരു കോർപ്പറേഷൻ രൂപപ്പെടുത്തുക, ശത്രുതയും വൈരാഗ്യത്തിനും വേണ്ടി അതിനോട് ചേർന്ന് നിൽക്കാതിരിക്കുക. ഈ ഒരു ആശയവും പോരാട്ടത്തിന് തുടക്കമിടുന്നതിലും കൂടി നയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മുസ്ലിം ചരിത്രം നോക്കുമ്പോൾ സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം, അത് മുസ്ലിം തന്നെ ആവണമെന്നില്ല. മുസ്ലിങ്ങളായ വാലിമീങ്ങളായ ആൾക്കാർക്കെതിരെ പോരാടിയ ചരിത്രം മുസ്ലിം ജേതാക്കൾക്കാർക്കും കൂടി ഉണ്ട് എന്ന് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു 1200-കൾക്ക് ശേഷം സെൻട്രൽ ഏഷ്യൻ, തുർക്കി, യൂറോപ്യൻ ഭാഗങ്ങളിലെല്ലാം ജിഹാദ് നടത്തിയ ചരിത്രമുള്ളവർ, പോരാടിയ എതിർപക്ഷത്ത് നിൽക്കുന്ന നല്ല ശതമാനം ആൾക്കാർ തുർക്കുമൻ ട്രൈബോ അല്ലെങ്കിൽ സെൽജൂക്കി രാജവംശങ്ങളോ പലതുമായിരുന്നു. അവിടെയൊക്കെ അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ മുസ്ലിങ്ങൾക്കെതിരെ ജിഹാദ് ചെയ്യാമെന്നുള്ള ഫത്വ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ളുൽമ് നടത്തുന്ന ശത്രുവിനെ സഹായിക്കുന്നവർക്കെതിരെ യുദ്ധം ചെയ്യാൻ നമുക്കും കഴിയുമെന്നുള്ളതാണ്. അതൊരു പക്ഷേ നമ്മൾ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്നുള്ള കിതാബിൽ, പരീക്കുട്ടി മുസ്ലിയാരിൻ്റെ കിതാബിൽ അദ്ദേഹം അതും എടുത്ത് പറയുന്നുണ്ട്. ജിഹാദ് എന്ന് പറയുന്നത് കുഫ്റുകൾക്കും കാഫിറിയങ്ങൾക്കും മുസ്ലിങ്ങൾക്കും എതിരെയും കൂടി ഇസ്ലാമിയങ്ങൾക്കും എതിരെ ജിഹാദ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഈ ഇസ്ലാമിയങ്ങൾ എന്ന് അദ്ദേഹം പരാമർശിക്കുന്നത് ഈ കാഫിറുകൾ എന്ന് അദ്ദേഹം വിശദിക്കുന്ന സാമ്രാജ്യത്വ ശക്തിയെ സഹായിക്കുന്ന മുസ്ലിങ്ങളെ എന്ന ഒരർത്ഥമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതായത് ഈ ഒരു തരത്തിൽ കോപ്പറേഷനെയും കൂടി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. കോപ്പറേഷൻ്റെ ഒരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു മുസ്ലിം പണ്ഡിതൻ ചെയ്യുന്ന ആദ്യത്തെ ഉദാഹരണം തഹ്രീർ എന്ന് പറയുന്നൊരു കിതാബ് എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെയാണ്. ഒരുപക്ഷെ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ചരിത്രം കേരളീയ മുസ്ലിം, മലബാറി മുസ്ലിം ചരിത്രത്തെ ഒരു ആഗോള വിഷയത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്നു എന്നതും കൂടിയാണ്. അതായത് നമ്മുടെ പോരാട്ടത്തിന്, കേരളീയ മുസ്ലിം പോരാട്ടത്തിന് അത് ഒരു പ്രാദേശികമായ വശം മാത്രമല്ല ഉള്ളത്, അതിനൊരു ഗോളാന്തര ബന്ധവും കൂടിയുണ്ട്.
കാരണം അദ്ദേഹത്തിൻ്റെ തഹരീദു അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദത്ത് സുൽബാൻ എന്ന കിതാബിൻ്റെ പേര് തന്നെ നോക്കുക. സുൽബാൻ എന്ന് പറയുന്ന കുരിശിൻ്റെ ആരാധകർക്കെതിരെയുള്ള ജിഹാദിനെ പ്രേരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് തന്നെ. ഇത് എഴുതുന്നത് 1500കളിലാണ്. അത് സംഭവിക്കുന്നത് വാസ്കോഡഗാമയുടെ പശ്ചാത്തലത്തിലാണ്. വാസ്കോഡഗാമ വരുന്നത് പോർച്ചുഗലിൽ നിന്നാണ്. റീകോൺക്വിസ്റ്റ് നടന്ന് അവിടുത്തെ മുസ്ലിം അബു അബ്ദുല്ല അടക്കമുള്ള ഗ്രാനഡയിലെ മുസ്ലിം ഭരണാധികാരികളെ തൂത്തെറിഞ്ഞ് ഫെർഡിനാൻഡും ഇസബെല്ലയും കൂടി ചേർന്ന് പിടിച്ചെടുത്ത റീകോൺക്വിസ്റ്റയുടെ ക്രുസേഡ് വാറിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ആദരവും ആശീർവാദവും ലഭിച്ചുകൊണ്ടാണ് വാസ്കോഡഗാമ കേരളത്തിലേക്ക് വരുന്നത്. ആ ക്രുസേഡ് വാറിൻ്റെ ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ കേരളീയ മുസ്ലിം പോരാട്ടത്തിന് ഒരു ആഗോള ബന്ധം അദ്ദേഹം കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ പൗത്രൻ തൊഹഫത്തുൽ മുജാഹിദീൻ തന്നെ നോക്കുക. ഈ രണ്ടു പേരും പോരാട്ടം പറയുന്നത് ഹിന്ദുവായ രാജാവിൻ്റെ കീഴിൽ ജിഹാദ് ചെയ്യുന്നതിനാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെ ഫിഖ്ഹിൻ്റെയും ശരീഅത്തിൻ്റെയും വീക്ഷണത്തിൽ ജിഹാദ് അമീർ മുസ്ലിമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ജിഹാദ് ചെയ്യേണ്ടത്. ഒരു ഭരണകൂടം അധികാരമുള്ള ഒരു ടീം ആയിരിക്കണം ജിഹാദ് പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ സൈനുദ്ദീൻ മഖ്ദൂമുമാരുടെ ചരിത്രത്തിൽ ഇവർ പണ്ഡിതനെന്ന നിലയിൽ സപ്പോർട്ട് കൊടുക്കുന്നത് സാമൂതിരിക്കാണ്, ഒരു ഹിന്ദു ഭരണാധികാരിക്കാണ്. അങ്ങനെ കേരളീയ പശ്ചാത്തലത്തിൽ ഇവരെ പഠിച്ചതൊക്കെയും ഗൾഫിലാണ്, അറബ് നാടുകളിലാണ്. ഷാഫി മദ്ഹബിൻ്റെ കാഴ്ചപ്പാടിൽ ജിഹാദിനെക്കുറിച്ച് ശക്തമായ കണിശമായ കാഴ്ചപ്പാടുള്ള ഇതേ പണ്ഡിതന്മാരാണ് ആ ഫത്വകളൊന്നും മുഖവിലക്കെടുക്കാതെ ഇന്ത്യയിൽ കേരളത്തിൽ സാമൂതിമാരുടെ നേതൃത്വത്തിൽ ഈ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധത്തിന് ജിഹാദിന് ഫത്വ ഇറക്കുന്നത്. അത്രത്തോളം ഒരു പ്രാദേശികമായ തിയോളജിക്കൽ ഡൈമെൻഷനെ, നിലനിൽക്കുന്ന സാമ്പ്രദായിക തിയോളജിക്കൽ ഡിസ്കോഴ്സിനെ പ്രാദേശികമായി പരിവർത്തനം ചെയ്യാൻ കഴിഞ്ഞ പണ്ഡിതന്മാരും കൂടിയാണ് സൈനുദ്ദീൻ മഖ്ദൂം 1ഉം 2ഉം എന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇവരുടെ ഈ ചരിത്രത്തിൽ സ്വാഭാവികമായും പിന്നീട് നമ്മൾ മലബാർ സമര പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 2 രീതിയിലാണ് പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തെ കണ്ടത്. പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ രൂപപ്പെട്ട ഫത്വകളും എഴുത്തുകളും 2 രീതിയിൽ വിഘടിക്കപ്പെട്ടത്. ഈ 2 രചനകളിലൂടെയും കാമ്പ് എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. സ്വാഭാവികമായും ഖിലാഫത്ത് മൂവ്മെൻറ്റുകളുണ്ടായി. ഖിലാഫത്ത് എന്നത് കേരള മുസ്ലിങ്ങളെ കണക്ട് ചെയ്യുന്നത് തുർക്കി കേന്ദ്രീകൃതമായി ഭരിക്കുന്ന ഒരു മുസ്ലിം ആധിപത്യ വ്യവസ്ഥയിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇവിടെ കോൺഗ്രസ്സുകാർക്ക് ഒരു ദേശീയതാവാദം, അതിൻ്റെ അടിസ്ഥാനത്തിലൊരു സ്വാതന്ത്ര്യം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയബന്ധമായ ഒരു കണക്ഷൻ. ഇതാണ് ഒരുപക്ഷെ ഖിലാഫത്ത് മൂവ്മെൻറ്റ് കോൺഗ്രസും ദേശീയ സമരവും തമ്മിലുള്ള ബന്ധം. മുസ്ലിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നതും സ്വാഭാവികമായി ഇതും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആദർശത്തെ, ഖിലാഫത്തിനെ കൂടുതൽ നെഞ്ചിലേറ്റി നടക്കുകയും ചെയ്യുന്നത്. ആസാദ് അടക്കമുള്ള, മൗലാന ഷൗക്കത്ത് അലി അടക്കമുള്ള ആൾക്കാരുടെ ഫത്വകൾ, ആ ഫത്വകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും അവരെ ബഹിഷ്കരിക്കുകയും നിസ്സഹരണം പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്നുള്ള ഫത്വകൾ നമുക്കറിയാം. ഇവിടെ കോഴിക്കോട് ബീച്ചിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് പല മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. പരീക്കുട്ടി മുസ്ലിയാരിൻ്റെ മുഹിമ്മാത്തുൽ ഖുർആൻ പോലും അബ്ദുറഹ്മാൻ മങ്ങാടിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ അത് ആസാദിൻ്റെ തർക്കെ മുവാലാത്തിൽ നിന്നുള്ള ഒരു ഭാഗത്തിൻ്റെ ആശയ രചനയാണ് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ഈ തർക്കെ മുവാലാത്തിൽ തന്നെ പറയുന്നത് അതിനും ഒരു ഗ്ലോബൽ ടച്ച് നമുക്ക് കാണാം. ബ്രിട്ടീഷുകാർ എന്നുള്ള പേര് പച്ചയ്ക്ക് പരാമർശിക്കാതെ യഹൂദ നസാറ എന്നുള്ള പദമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവരെ കാഫിർ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ തന്നെ മുഹിമ്മാത്തുൽ ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളായും, അതായത് കാഫിരീങ്ങളോടും ഇസ്ലാമിങ്ങളോടും ഒരുപോലെ ദേശത്തിന് വേണ്ടി ജിഹാദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് പരാമർശിക്കുന്നത്. അതുപോലെ അങ്ങ് തുർക്കി കേന്ദ്രിതമായിരുന്ന ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ സംരക്ഷണം, അതിനെ പിടിച്ചു നിർത്തൽ, അത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം ഈ മുഹിമ്മാത്തുൽ മുഅ്മിനീനിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിനു മുമ്പും ഈ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ സംരക്ഷണം അനിവാര്യമാണെന്ന് പറഞ്ഞ ഉദ്ദത്തുൽ ഉമറാനെ പോലുള്ള സയ്യിദ് മമ്രം തങ്ങളുടെ, സയ്യിദ് ഫസൽ തങ്ങളുടെ രചനകളിലും ഈ കാര്യം പറയുന്നുണ്ട്.
അതായത് മുൻകാല രചനകളിലെ മുൻകാല പണ്ഡിതന്മാരും ഇത് പറയുന്നതിനെ ഏറ്റുപിടിക്കുകയായിരുന്നു ഈ ഖിലാഫത്ത് സമര പശ്ചാത്തലത്തിൽ ഇവർ ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതിന് നേരെ എതിരെ ഖിലാഫത്ത് എന്നത് അനിവാര്യമല്ല, ഖിലാഫത്ത് എന്നത് ഇസ്ലാമിക വീക്ഷണപ്രകാരം പോലും നമ്മളോട് ബന്ധപ്പെടുന്നില്ല എന്ന വീക്ഷണം പുലർത്തിയ പണ്ഡിതന്മാരും ഉണ്ട്. അതിൽ പ്രധാനമായ ഒരാളാണ് കവടിയമ്മാകനകത്ത് അബ്ദുല്ലാക്കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ നാദിൽ മസ്മൂ ഇല മാനുൽ ഖിലാഫ കമാഹിയൽ മഷ്റോ എന്ന് പറയുന്ന ഖിലാഫത്തിൻ്റെ യഥാർത്ഥ ആശയം വിശദീകരിച്ച് തരിക എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഖിലാഫത്ത് എന്നത് എല്ലാ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. അത് ഇപ്പോൾ നിലവിൽ ആരുടെ മേലിലാണോ ഖലീഫയ്ക്ക് അധികാരമുള്ളത് ആ ഭാഗത്ത് മാത്രം ബന്ധിക്കപ്പെട്ടതാണ് ഖിലാഫത്ത്. കാരണം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലും സൗത്ത് ഏഷ്യൻ പോലുള്ള ഭാഗങ്ങളുമെല്ലാം ഈ ഖിലാഫത്തിന് കീഴിലായിരുന്നില്ല. അപ്പോൾ ഖലീഫയ്ക്ക് അയാളുടെ കീഴിലുള്ള പ്രദേശത്ത് മാത്രമേ അധികാരമുള്ളൂ. അതിലില്ലാത്തവർക്ക്, ആ പ്രദേശത്തിലില്ലാത്തവർക്ക് ഇതുമായി നേരിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള മതപരമായ വീക്ഷണം തന്നെയാണ് ഇദ്ദേഹം ഈ രചനയിൽ പറയുന്നത്. അതുപോലെ തന്നെ വേറെയും ചില രസകരമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മൻസൂഹായിക്കപ്പെട്ടു പോയ ഖുറാൻ തന്നെ ഒരുപാട് നിയമങ്ങൾ, അങ്ങനെ കുറേ ഓറിയന്റലിസ്റ്റ് വർത്തമാനങ്ങളുണ്ട്. ഒരുപാട് നിയമങ്ങൾ പിന്നീട് ആയത്തുകൾ വന്നതിന് ശേഷം മൻസൂഹായി തള്ളപ്പെട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറേ അഹ്കാമുകളായ കാര്യങ്ങളും ഇങ്ങനെ മൻസൂഹായി തള്ളപ്പെട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിയമങ്ങളൊന്നും ഇപ്പോൾ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം ഈ രചനയിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു വംശീയത ജ്വലിപ്പിക്കുന്ന, വംശീയതയിലേക്ക് ചൂണ്ടിക്കാട്ടുന്ന ഒരു പരാമർശവും കൂടി അദ്ദേഹം ഈ നാദിൽ മസ്മൂവിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മുൻകാലങ്ങളിൽ വന്ന ഖിലാഫത്തുകൾ, അത് അമവി ഖിലാഫത്ത് സ്വാഭാവികമായും ഖുറൈശുമായി ബന്ധമുണ്ട്. അബ്ബാസി ഖിലാഫത്ത്, അത് ഖുറൈശുമായി ബന്ധമുണ്ട്. പക്ഷേ ഉസ്മാനിയ ഖിലാഫത്തിന് ഈ തരത്തിലുള്ള ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ടും ഖുറൈഷ്, അയിമ്മത്ത് മിൻ ഖുറൈഷ് എന്ന് പറയുന്ന ഹദീസിനെയൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഖുറൈഷിൽ നിന്നാവണം ലീഡർ, അതല്ലാത്തത് കൊണ്ട് ഖലീഫയെ ആവുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പോയിന്റ് ഇദ്ദേഹം പറയുന്നത് ഹദീസ് തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയും. അതിനുശേഷം അദ്ദേഹം പറയുന്നത് പിന്നീട് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രാജഭരണകൂടമായി മാറും. അപ്പോൾ ഈ ബുദ്ധിമുട്ടിക്കുന്നതാണ് രാജഭരണകൂടം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് ഉസ്മാനിയ ഖിലാഫത്ത്, അത് ഖിലാഫത്തല്ല. ഒന്ന്, അത് മൊണാർക്കിയാണ്, ഒരു രാജഭരണകൂടമാണ്. അതും കൊണ്ടും അങ്ങനെ ഹദീസിനെ ഉപയോഗിച്ചുകൊണ്ട്, ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ നിയമസാധുതയെ തന്നെ തള്ളിക്കളയുന്ന രീതിയിൽ നാദിൽ മസ്മൂ എന്ന് പറയുന്ന അബ്ദുല്ലാക്കുട്ടി മുസ്ലിയാർ എഴുതിയ രചനയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മഹാക്കുൽ ഖിലാഫ അലാ അസ്മിൽ ഖിലാഫ മറ്റൊരു രചനയാണ്. ആ രചനയിലും ഇതേപോലെ തന്നെയാണ് പറയുന്നത്. ആ രചനയിൽ പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് എതിരെ യുദ്ധം ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്. കാരണം നിലവിൽ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങൾക്ക് അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തു പോക്കുവാനുള്ള സാധ്യതയൊക്കെയും സാഹചര്യമൊക്കെ ഒരുക്കി തരുന്നുണ്ട്. അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഉലുൽ അംറു മിൻകും, ഉലുൽ അംർ എന്ന് പറയുന്ന ഖുർആനിൽ ഉപയോഗിച്ച അള്ളാഹും റസൂലും കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള ഭരണകർത്താവ് എന്ന് പറയുന്ന ആശയം ബോധിപ്പിക്കുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഈ ഉലുൽ അംർ എന്നത് പറയുന്നത്, നേരത്തെ ഇദ്ദേഹം അബ്ദുല്ലാക്കുട്ടി മുസ്ലിയാരും അതേ വർത്തമാനം പറയുന്നുണ്ട്. ഉലുൽ അംർ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ഹറാമാണ്, അത് തെറ്റാണ് എന്ന രീതിയിലാണ് ഇവർ വിശദീകരിക്കുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വായനയുമുണ്ട്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയതല്ല. സർ സയ്യിദ് അഹമ്മദ് ഖാനും ഇതേപോലെ തന്നെ ഈ അബ്ദുല്ലാക്കുട്ടി മുസ്ലിയാർ പറഞ്ഞ അതേ കാഴ്ചപ്പാടും ഉസ്മാനിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മക്തിത്തങ്ങൾക്കും ഇതേ കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ കഴിയും. മക്തിത്തങ്ങളും ഇതേ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് കുറച്ചും കൂടി വളരെ ക്രൂരമായി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കമൻറ്റ് പറഞ്ഞത് ഉമർ മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഉമർ മൗലവി പറഞ്ഞത് ഈ ഒരു സമരങ്ങളൊക്കെ ചരിത്രപരമായ വലിയൊരു തെറ്റാണ്, ഇത് ക്രൂരവും ഭീകരവുമായ വിഡ്ഢിത്തമാണ്
എന്നൊക്കെയാണ് ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ മലബാർ സമര പശ്ചാത്തലത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത് ഇത് സാധാരണ നമുക്കറിയാം മലബാർ സമരം മുഴുവൻ രംഗങ്ങളും തങ്ങൾമാരും സയ്യിദന്മാരും പണ്ഡിതന്മാരും ഉലമാക്കളുമാണ്, അല്ലെങ്കിൽ മുസ്ലിയാർ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരാണ് നിയന്ത്രിച്ചത്. ഈ രണ്ട് പദത്തെയും ആക്ഷേപാർത്ഥത്തിലാണ് ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ഇതിൽ ഉപയോഗിക്കുന്നത്. തങ്ങന്മാരും മൂല്യാക്കന്മാരുമാണ് ഇവരിങ്ങനെ ആക്കിയത് എന്ന് അദ്ദേഹം ആ രചനയിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപയോഗിച്ച എല്ലാത്തരം സിമ്പലുകളും ഷഹാദത്ത്, ഷഹീദ് എന്നുള്ളത്, അതിന് പോകുന്നതിന് മുമ്പ് നേർച്ച ചെയ്തുകൊണ്ട്, അത് പലതരം നേർച്ച ചെയ്യാറുണ്ട്, എന്താണെങ്കിൽ പോലും പടയ്ക്കൊരുങ്ങുന്നതിന് മുമ്പ് നേർച്ച ചെയ്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ചിലർ തലാഖ് പോലും ചെയ്തിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയും ചെയ്ത ആ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു മതപരമായ മാനവും കൂടി ഷഹാദത്തിന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട രചനകൾ, പാട്ടുകൾ, പോപ്പുലർ കൾച്ചർ എന്ന മേഖലയിൽ മാലപ്പാട്ടുകളാവട്ടെ പടപ്പാട്ടുകളാവട്ടെ എല്ലാതരം പാട്ടുകളും അവരുടെ സമരവീര്യത്തെ ഉണർത്തുന്നതും കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവസാനം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. ഉമർ ഖാദി അടക്കമുള്ള ആൾക്കാർ നികുതി നിഷേധത്തെക്കുറിച്ച് സംസാരിച്ചു. അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, അതുകൊണ്ട് ഇത് ഞാൻ നികുതി കൊടുക്കുകയില്ല. അതുപോലെ തന്നെ കേരളത്തിലെ പണ്ഡിതന്മാരും മുസ്ലിങ്ങളും ഭരണകർത്താക്കളും ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന സമയത്ത് ബീജാപ്പൂർ സുൽത്താൻ കത്തയച്ചുകൊണ്ട് അവർക്ക് സമർപ്പിക്കുന്ന ആൾക്കാർ, അതായത് സഹവർത്തിത്വം, സഹായിക്കാൻ മുഖ്യ ശത്രുവിനെതിരെ ആര് സഹായിക്കാൻ തയ്യാറാവുന്നുവോ അവരെ ചേർത്തുകൊണ്ട് ജിഹാദ് ചെയ്യുന്ന സമീപനമാണ് ഉമർ ഖാദി മുഹമ്മദിൻ്റെയും സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെയും രചനയിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവസാനം ഒരു കാര്യം കൂടി പറയാം. മൗലാന മൗദൂദി 1921-22 കാലത്തിൽ അദ്ദേഹം ജമിയത്തെ ഉലമയുടെ മുസ്ലിമിൽ എഴുതിയ ലേഖനം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം പ്രധാനമായി എടുത്ത് പറയുന്നത് ഈ മലബാർ സമര പശ്ചാത്തലത്തിൽ അവർ നടത്തിയ പോരാട്ടത്തെ ഒരുപാട് പിശകുകളുണ്ട്, അത് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഇതൊരിക്കലും തള്ളിക്കളഞ്ഞുകൂടാ. കാരണം ഒരു ജിഹാദിനുള്ള സാഹചര്യം എപ്പോഴാണ് ഒരുങ്ങുന്നത്? ജിഹാദിൻ്റെ സാഹചര്യം അവർ മർദ്ദിക്കപ്പെടുമ്പോഴാണ്. മലബാറിലെ മുസ്ലിങ്ങൾ മാപ്പിളമാർ മർദ്ദിക്കപ്പെട്ട സാഹചര്യത്തിൽ അവരുടെ ജിഹാദ് സാധുവാണ് എന്നാണ് മൗലാന മൗദൂദി ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, മാപ്പിള മുസ്ലിങ്ങളുടെ ആഗോള ഇസ്ലാമിക ചലനങ്ങളിൽ ഉണ്ടായ അവർക്കുള്ള ഒരു പ്രകടനവും കൂടിയായിരുന്നു മാപ്പിളമാരുടെ മലബാർ സമരം എന്നാണ് മൗലാന മൗദൂദി പറഞ്ഞു വെക്കുന്നത്. വാഹർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.